ഇന്നലെ ഒരു ന്യൂസ് സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ന്യൂസ് റിലേറ്റ് ചെയ്തിട്ട് എനിക്ക് ഒരുപാട് കോൾസും മെസ്സേജസും ഈവൻ പലയിടത്തും എനിക്കെതിരെ ഹേറ്റ് സ്പ്രെഡ് ആവുന്നുണ്ട്. സോ എനിക്ക് വ്യക്തമായിട്ട് പറയണം, എനിക്കിതുമായിട്ടൊരു യാതൊരു ബന്ധമില്ല. സീരിയൽ ചിത്രീകരണത്തിനിടെ നടിയോട് ലൈംഗികാതിക്രമം നടത്തിയതിന് 2 നടന്മാർക്കെതിരെ കേസെടുത്ത സംഭവത്തിൽ പ്രതികരണവുമായി നടി ഗൗരി ഉണ്ണിമായയും രംഗത്ത് വന്നിരിക്കുന്നു. ഇതിന് പിന്നാലെ സീരിയലിൽ ഗൗരി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഗൗരി ഉണ്ണിമായയാണ് പരാതി നൽകിയ നടി എന്ന തരത്തിലുള്ള വാർത്തകൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. പരാതി നൽകിയ നടി ഗൗരിയാണെന്ന് പ്രചരിച്ചതിനാൽ ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഗൗരിയുടെ വിശദീകരണം. ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സംരക്ഷണം ചെയ്തു വന്നിരുന്ന ഉപ്പുമുളകും എപ്പിസോഡുകളിൽ SP ശ്രീകുമാറിന്റെ കഥാപാത്രം അവതരിപ്പിക്കുന്ന ഭാര്യ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഗൗരി ഉണ്ണിമായ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഇതിനിടെ തന്നെ ഉപ്പുമുളകും താരങ്ങൾക്കെതിരായ പരാതി വിവരങ്ങൾ പുറത്തു വന്നതോടുകൂടി വാർത്തകളിൽ പരാമർശിക്കുന്ന നടി ഗൗരിയാണെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പ്രചരിച്ചു. ഇതോടെയാണ് ഇക്കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തിക്കൊണ്ട് നടി ഗൗരി തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരിക്കുന്ന ഒരു വീഡിയോയിലൂടെയാണ് നടിയുടെ പ്രതികരണം. നടന്മാർക്കെതിരെ പരാതി നൽകിയ നടി താനല്ല എന്ന് ഗൗരി പറയുന്നു. ഒരു യാത്ര പോയതുകൊണ്ടാണ് ഈ കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളിൽ തന്നെ കാണാതിരുന്നതെന്നും തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും ഗൗരി ആവശ്യപ്പെടുന്നു. ഈ കഴിഞ്ഞ ദിവസമാണ് ജനപ്രിയ പരമ്പരയിലെ താരങ്ങളായ ബിജു സോപാനം, SP ശ്രീകുമാർ എന്നിവർക്കെതിരെ ഒരു നടിയുടെ പരാതിയിൽ കേസെടുത്തു എന്ന വാർത്ത പുറത്തുവരുന്നത്. എന്നാൽ പക്ഷേ പരാതി നൽകിയ നടിയുടെ പേര് വിവരങ്ങളൊന്നും തന്നെ പോലീസ് പുറത്തുവിട്ടിരുന്നില്ല. ഇതിന് പിന്നാലെ ഈ നടി ആരെന്ന അന്വേഷണമായി സോഷ്യൽ മീഡിയയിൽ. ഈയടുത്ത് ഉപ്പുമുളകും പരമ്പരയുടെ ഭാഗമായ നടി ഗൗരിയാണ് പരാതി നൽകിയതെന്നായിരുന്നു സോഷ്യൽ മീഡിയയുടെ കണ്ടെത്തൽ. ഗൗരിയെ കുറച്ചു നാളുകളായി പരമ്പരയിൽ കാണാതിരുന്നതും സോഷ്യൽ മീഡിയയ്ക്ക് കഥ മെനയുവാൻ എളുപ്പമാക്കി. ഇതോടെയാണ് ഇപ്പോൾ ഗൗരി പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്ന വീഡിയോയിലൂടെ ഗൗരി പറയുന്നത് ഇങ്ങനെയാണ്: അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കരുതെന്നും താനല്ല ആ നടിയെന്നുമാണ് ഗൗരി പറയുന്നത്. എല്ലാ വ്യൂവേഴ്സിനോടും ദയവായി അനാവശ്യ വിവാദം ഒഴിവാക്കൂ. ഇനി ഇതിന്റെ താഴെ കമന്റ് ഇട്ട് വേറെ ഒരു പ്രശ്നം സൃഷ്ടിക്കരുതെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗൗരി തന്റെ ഈ ഒരു വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. ഇന്നലെ മുതൽ ഒരു വാർത്ത പ്രചരിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് തനിക്ക് പലയിടത്തു നിന്നും കോളുകളും തനിക്കെതിരെ വെറുപ്പ് പ്രചരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ തനിക്ക് ഇതുമായൊന്നും യാതൊരുവിധ ബന്ധവുമില്ല എന്നാണ് ഗൗരി ഉണ്ണിമായ പറയുന്നത്. പലരും തന്നോട് ചോദിച്ചു എന്തുകൊണ്ടാണ് എപ്പിസോഡുകളിൽ കാണാത്തതെന്ന്. താൻ ഷിംല വരെ ട്രിപ്പ് പോയതായിരുന്നുവെന്നും 20-ന് തിരികെ എത്തിയതേ ഉള്ളൂ എന്നും ഗൗരി പറയുന്നുണ്ട്. ഡിസംബർ 24 വരെയുള്ള എപ്പിസോഡുകളുടെ ഭാഗവുമാണ് താൻ. അതിനാലാണ് തന്നെ കാണാതിരുന്നതെന്നും ഇനി ടെലികാസ്റ്റ് ചെയ്യുന്ന എപ്പിസോഡുകളിൽ താൻ ഉറപ്പായും ഉണ്ടാകുമെന്നും ഗൗരി പറയുന്നുണ്ട്. അതേസമയം ഈ ഒരു വാർത്തയിൽ പറയുന്ന നടി താനല്ല. അനാവശ്യമായ വിവാദങ്ങൾ പ്രചരിപ്പിക്കരുതെന്ന് താൻ അഭ്യർത്ഥിക്കുകയാണെന്നും ഗൗരി പറയുന്നുണ്ട്. ദയവ് ചെയ്ത് അനാവശ്യമായ ഒരാളെ ആവശ്യമില്ലാതെ കാരണം പോലും അറിയാതെ പ്രശ്നങ്ങളിലേക്ക് പിടിച്ച് വലിച്ചിടരുത്. താനല്ല ഈ പറഞ്ഞ നടിയെന്ന് മാത്രം തനിക്ക് വ്യക്തമായി പറയാനുള്ളൂ എന്നും താരം പറയുന്നുണ്ട്. അതേസമയം തന്നെ കുറിച്ച് തെറ്റായ പ്രചരണം നടത്തിയ ആൾക്കെതിരെയും ഗൗരി ഈ ഒരു വീഡിയോയിൽ കൂടി പ്രതികരിക്കുന്നുണ്ട്. ഈ വീഡിയോയുടെയും കമന്റുകളുടെയും സ്ക്രീൻഷോട്ട് പങ്കുവെച്ചുകൊണ്ടായിരുന്നു ഗൗരിയുടെ പ്രതികരണം. ഈ ചേട്ടൻ ഉൾപ്പെടെയുള്ള എല്ലാവരോടുമായി താൻ പറയുകയാണ്: സത്യം അറിയാതെ ആരൊക്കെയാണ് പിന്നിലുള്ളതെന്ന് അറിയാതെ അനാവശ്യ വിവാദങ്ങൾ പ്രചരിപ്പിക്കരുത്. പുതുതായി വന്നതുകൊണ്ട് തന്നെ ചെയ്യണമെന്നില്ല കേട്ടോ എന്നാണ് ഗൗരി ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ കുറിച്ചിരിക്കുന്നത്. അതേസമയം നിരവധി പേരാണ് ഗൗരിക്ക് പിന്തുണയുമായി എത്തിയിരിക്കുന്നത്. ഒരുപാട് സങ്കടം തോന്നി. സത്യം എന്താണെന്ന് പോലും അറിയാതെ ചുമ്മാ കുറ്റപ്പെടുന്നത് കണ്ടപ്പോൾ. കുറെ ആളുകൾ സത്യാവസ്ഥ എന്തെന്ന് പോലും അറിയാതെ ചേച്ചിയുടെ പേരെടുത്തിട്ടു. കുറെ ഓൺലൈൻ മീഡിയ അവർക്ക് റീച്ച് കൂട്ടാൻ വേണ്ടി. കാര്യമറിയാതെ ചെയ്യാൻ കുറ്റപ്പെടുത്തിയ ആൾക്കാർ ഇപ്പോൾ എവിടെ പോയെന്നും ഈ ഒരു ന്യൂസ് വന്ന സമയം മുതൽ ചേച്ചിക്കും അത്രയ്ക്ക് മോശമായിട്ടാണ് ചില ആൾക്കാർ കമന്റ് ഇട്ടത്. സത്യാവസ്ഥ എന്തെന്ന് പോലും അറിയാതെ ഓൺലൈൻ മീഡിയ ആണ് ഇതിങ്ങനെ വളച്ചൊടിച്ചതെന്നും അതുപോലെ തന്നെ ഗൗരി, നീ നമ്മുടെ മുത്തല്ലേ, നീ ആയിരിക്കില്ല എന്ന് തന്നെ അറിയുന്നവർക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്നിങ്ങനെയാണ് സോഷ്യൽ മീഡിയയുടെ പ്രതികരണങ്ങൾ. ഹായ്, ഞാൻ ഗൗരി. ഞാൻ എന്താണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ ഒരു ന്യൂസ് സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ന്യൂസ് റിലേറ്റ് ചെയ്തിട്ട് എനിക്ക് ഒരുപാട് കോൾസും മെസ്സേജസും ഈവൻ പലയിടത്തും എനിക്കെതിരെ ഹേറ്റ് സ്പ്രെഡ് ആവുന്നുണ്ട്. സോ എനിക്ക് വ്യക്തമായിട്ട് പറയണം, എനിക്കിതുമായിട്ടൊരു യാതൊരു ബന്ധമില്ല. അപ്പോൾ ഞാനിപ്പോൾ പലരും എന്നോട് ചോദിക്കുന്നുണ്ട് എന്താണ് എപ്പിസോഡ്സ് ഇല്ലാത്തത്, എന്താണ് റീസൺ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ റീസൺ വേറെ ഒന്നുമല്ല, ഞാനൊരു ട്രിപ്പ് പോയേക്കുമായിരുന്നു ഷിംല വരെ. ഞാൻ 20th റിട്ടേൺ വന്നതേ ഉള്ളൂ. വന്ന ഉടനെ ഞാൻ റീജോയിൻ ചെയ്യുകയും ചെയ്തു. 24th വരെയുള്ള എപ്പിസോഡ്സിൽ ഞാൻ പാർട്ടുമാണ്. സോ അതുകൊണ്ടാണ് ഞാൻ എപ്പിസോഡ്സിൽ ഇല്ലായിരുന്നത്. ഇനി വരുന്ന ടെലികാസ്റ്റ് ചെയ്യാൻ വരുന്ന എപ്പിസോഡ്സിൽ ഞാൻ ഉറപ്പായിട്ടും ഉണ്ടാവും. ഈവൻ അവർ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാവും. സോ അതാണ് സംഭവം. പിന്നെ ഈ നടിയെന്ന ഈ ന്യൂസുകളിൽ പറയുന്ന ആൾ ഞാനല്ല എന്ന് ഞാൻ വ്യക്തമായിട്ട് പറയാണ്. അനാവശ്യമായിട്ടുള്ള കോൺട്രവേഴ്സികൾ സ്പ്രെഡ് ചെയ്യാതിരിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതേസമയം സീരിയൽ സിനിമാ താരങ്ങളായ ബിജു സോപാനത്തിനും SP ശ്രീകുമാറിനുമെതിരെ ലൈംഗിക അതിക്രമ കേസെന്ന വാർത്ത ഇന്നലെയാണ് പുറത്തുവരുന്നത്.
കൊച്ചിയിലെ ഉപ്പുമുളകിന്റെ സീരിയൽ ചിത്രീകരണത്തിനിടയിൽ ലൈംഗിക അതിക്രമം നടന്നുവെന്നാണ് ഇവർക്കെതിരെ ഒരു പ്രമുഖ നടി ആരോപിക്കുന്ന പരാതിയിൽ പറയുന്നത്. എറണാകുളം ഇൻഫോ പാർക്ക് പോലീസാണ് കേസെടുത്തത്. ഫ്ലവേഴ്സ് ചാനലിൽ സംരക്ഷണം ചെയ്യുന്ന സിറ്റ്കോമായ ഉപ്പുമുളകും എന്ന പരിപാടിയിലൂടെയാണ് ബിജു സോപാനവും SP ശ്രീകുമാറും ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങുന്നത്. സീരിയൽ മേഖലയിൽ മാത്രമല്ല സിനിമകളിലും സജീവമാണ് ഇരുവരും. സീരിയൽ ചിത്രീകരണത്തിനിടെ ലൈംഗിക അതിക്രമം നടന്നുവെന്നാണ് പരാതിയിൽ പറയുന്നത്. ഇതിലൊരാൾ ലൈംഗിക അതിക്രമം നടത്തിയെന്നും രണ്ടാമത്തെയാൾ ഭീഷണിപ്പെടുത്തിയെന്നുമാണ് പോലീസ് പറയുന്നത്. സമീപകാലത്ത് നടന്ന സംഭവമാണിതെന്നാണ് ലഭ്യമാകുന്ന വിവരം. അതുപോലെ തന്നെ ഇൻഫോ പാർക്ക് പോലീസ് രജിസ്റ്റർ ചെയ്ത ഈ കേസ് നിലവിൽ തൃക്കാക്കര പോലീസിനാണ് കൈമാറിയിട്ടുള്ളത്. മലയാള സിനിമാ രംഗത്തെ ഒന്നാകെ പിടിച്ചുലച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടതിന് പിന്നാലെ രൂപീകരിച്ചിരിക്കുന്ന പ്രത്യേക അന്വേഷണ സമിതി തന്നെ ഈ ഒരു കേസും അന്വേഷിക്കുമെന്നാണ് വിവരം. ബിജു സോപാനത്തിനെയും SP ശ്രീകുമാറിനെയും പ്രതി ചേർത്തുകൊണ്ടാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇരുവരെയും ചോദ്യം ചെയ്യുവാനുള്ള നടപടികളിലേക്കും ഈ നടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്ന നടപടിയിലേക്കുമൊക്കെ പ്രത്യേക അന്വേഷണ സംഘം കടക്കുകയും ചെയ്യും. അതേസമയം മധ്യാഹ്നങ്ങളിലും സായാഹ്നങ്ങളിലും സീരിയലുകൾ മാത്രം കണ്ടിരുന്ന മലയാള ടെലിവിഷൻ പ്രേക്ഷകർക്കിടയിൽ ജനപ്രീതി നേടിയെടുത്ത സിറ്റ്കോമായ ഉപ്പുമുളകും മലയാള ടെലിവിഷൻ പ്രേക്ഷകർക്കിടയിൽ വിപ്ലവം സൃഷ്ടിച്ച പരമ്പരകളിൽ ഒന്ന് തന്നെയാണ്. 2015 സംരക്ഷണം ആരംഭിച്ച ഉപ്പുമുളകും സൂപ്പർ ഹിറ്റായി തന്നെ വർഷങ്ങളോളം പോയി. ഇടയ്ക്ക് വെച്ച് പരിപാടി നിർത്തിയെങ്കിൽ പോലും വീണ്ടും തുടങ്ങി. അങ്ങനെ രണ്ടാമതും പരമ്പര അവസാനിപ്പിക്കേണ്ടതായ സാഹചര്യങ്ങളും ഉണ്ടായി. പ്രേക്ഷകർ കാത്തിരുന്നതുപോലെ മൂന്നാം തവണയും ഉപ്പുമുളകും ഇക്കഴിഞ്ഞ ജൂൺ 24 തിങ്കളാഴ്ച മുതൽ രാത്രി 7 മണിക്ക് വീണ്ടും സംരക്ഷണം ചെയ്തു തുടങ്ങിയിരുന്നു. ഉപ്പുമുളകിലും അഭിനയിക്കുന്ന താരങ്ങൾ ചില വിവാദങ്ങളുമായി ഇടയ്ക്ക് രംഗത്ത് വന്നതും വലിയ വാർത്തയായിരുന്നു. 2015 ഡിസംബർ 14 മുതലാണ് ഫ്ലവേഴ്സ് ചാനലിൽ മലയാളം സിറ്റ്കോമായ ഉപ്പുമുളകും സംരക്ഷണം ചെയ്തു തുടങ്ങിയത്. അന്നു മുതൽ ഇങ്ങോട്ട് ജനപ്രീതിയിൽ 1ാം സ്ഥാനം തന്നെ ലഭിക്കുകയും ചെയ്തിരുന്നു ഉപ്പുമുളകിനും. ഉപ്പുമുളകും ഏറ്റവും ജനപ്രിയവും ഏറ്റവും കൂടുതൽ കാലം പ്രവർത്തിക്കുന്നതുമായ മലയാളം സിറ്റ്കോമുകളിൽ ഒന്നുമാണ്. 2017 മികച്ച കോമഡി ഷോയ്ക്കുള്ള കേരള സംസ്ഥാന ടെലിവിഷൻ അവാർഡ് വരെ ഇത് നേടിയിരുന്നു. ഈ ഒരു പരമ്പരയിൽ അഭിനയിച്ച എല്ലാ കഥാപാത്രങ്ങളും ഏറെ ജനപ്രീതി നേടിയെടുത്തവരാണ്. ഇതിലൂടെ വന്ന പലരും പിന്നെ ബിഗ് സ്ക്രീനിലും തിളങ്ങി. അത്രയേറെ ജനപ്രീതി നേടിയെടുക്കുവാൻ ഉപ്പുമുളകിനും കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം കാവാലം നാരായണ പണിക്കർ ആരംഭിച്ച സോപാനം എന്ന നാടക സ്ഥാപനത്തിലൂടെയാണ് ബിജു എന്ന കലാകാരൻ അരങ്ങിലേക്ക് എത്തുന്നത്. പിന്നീട് മിനിസ്ക്രീനിലൂടെയും സിനിമകളിലൂടെയും അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടിട്ടും സോപാനത്തെ ബിജു കൈവിട്ടില്ല. സ്വാഭാവികമായ അഭിനയ ശൈലിയാണ് ബിജുവിനെ വ്യത്യസ്തനാക്കി മാറ്റിയത്. സുരാജ് വെഞ്ഞാറമൂടിന് ശേഷം സ്വാഭാവികമായ തിരുവനന്തപുരം ഭാഷയെ മിനി സ്ക്രീനിലൂടെ പ്രശസ്തമാക്കിയതിനും ബിജുവിനൊരു വലിയ പങ്ക് തന്നെയുണ്ട്. തിരുവനന്തപുരം സ്വദേശിയാണ് ബിജു. ചാനൽ ഷോകളിലൂടെയും മിനി സ്ക്രീൻ പരമ്പരകളിലൂടെയുമായിരുന്നു SP ശ്രീകുമാറിന്റെ വരവെങ്കിൽ പോലും മെമ്മറീസ് എന്ന പൃഥ്വിരാജിന്റെ ഒറ്റ ചിത്രത്തിലൂടെ ശ്രീകുമാറിനെ പ്രേക്ഷകർ തിരിച്ചറിഞ്ഞു. പിന്നീട് ഇങ്ങോട്ട് സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പം മുഴുനീള കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് ബിഗ് സ്ക്രീനിലെ താരമായി മാറുകയായിരുന്നു SP ശ്രീകുമാർ. കലാഭവൻ മണിക്ക് ശേഷം ചിരിയിലൂടെ മലയാളികളുടെ മനസ്സ് കീഴടക്കിയ നടനാണ് SP ശ്രീകുമാർ എന്നാണ് ആരാധകർ പറയാറുള്ളത്. ഉപ്പുമുളകും സീരിയലും മറിമായം സീരിയലുമാണ് SP ശ്രീകുമാറിന് ആരാധകരെ നേടിക്കൊടുത്തത്. സിനിമാ സീരിയൽ താരം സ്നേഹ ശ്രീകുമാറാണ് ഭാര്യ. എന്നാൽ പക്ഷേ മലയാള ടെലിവിഷൻ പ്രേക്ഷകരുടെ ഏറ്റവും പ്രിയപ്പെട്ട താരങ്ങൾക്കെതിരെ ഇത്തരമൊരു വാർത്ത വന്നപ്പോൾ ഉപ്പുമുളകും മറിമായം ചക്കപ്പഴം തുടങ്ങിയ സിറ്റ്കോമുകളുടെ ആരാധകർക്കും അതൊരു വലിയ ഞെട്ടൽ തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കാരണം എന്തെന്നാൽ ടെലിവിഷൻ താരങ്ങൾ എന്നതിലുപരിയായി ഇവരെല്ലാം സ്വന്തം കുടുംബാംഗങ്ങളെ പോലെ കണ്ട് സ്നേഹിക്കുന്നവരാണ് മലയാള പ്രേക്ഷകർ. സീരിയൽ രംഗത്ത് SP ശ്രീകുമാറും ബിജു സോപാനവും പ്രവർത്തിച്ചു തുടങ്ങിയിട്ട് ഏറെ നാളുകളുമായിരിക്കുന്നു. ആദ്യമായിട്ടാണ് പക്ഷേ ഇത്തരമൊരു കേസും വിവാദവും ഇരുവരുടെയും പേരിൽ വരുന്നത്. ഈ ഒരു വാർത്ത പുറത്തു വന്നപ്പോൾ ആരാധകർക്ക് തുടക്കത്തിൽ വിശ്വസിക്കാനും കഴിഞ്ഞില്ല. രണ്ടുപേരും നാടകങ്ങളിൽ നിന്നും സീരിയലിലേക്കും പിന്നീട് സിനിമയിലേക്കും എത്തിയവരാണ്. ഇത്തരമൊരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത് വാർത്തയായി മാറിയെങ്കിലും SP ശ്രീകുമാറോ ബിജു സോപാനമോ ഇതിൽ പ്രതികരിച്ചിട്ടില്ല. ഇപ്പോൾ ഇരുവരും ഉപ്പുമുളകും എന്ന സിറ്റ്കോമിന്റെ 3ാം സീസണിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയുമാണ്. ഏറെ ജനപ്രീതിയുള്ള പരിപാടിയാണ് ഉപ്പുമുളകും. ബാലു എന്ന കഥാപാത്രത്തെയാണ് ബിജു സോപാനം ഇതിൽ അവതരിപ്പിക്കുന്നത്. SP ശ്രീകുമാർ നിഷ സാരംഗിന്റെ സഹോദരനായ കുട്ടൻ മാമൻ എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത്. കേസ് വലിയ രീതിയിൽ വിവാദവും ചർച്ചയും ഒക്കെ ആകുമ്പോൾ SP ശ്രീകുമാറിന്റെ ഭാര്യയും നടിയുമായ സ്നേഹ ശ്രീകുമാർ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പങ്കിട്ട പോസ്റ്റും ചർച്ചയായി മാറുന്നുണ്ട്. ഭർത്താവ് SP ശ്രീകുമാറിനൊപ്പം പ്രണയാർദ്രമായി നിൽക്കുന്ന ഒരു ചിത്രമാണ് സ്നേഹ പങ്കിട്ടിരിക്കുന്നത്. ഞങ്ങൾ എന്നാണ് ഈ ഒരു ഫോട്ടോയ്ക്ക് സ്നേഹ നൽകിയിരിക്കുന്ന ക്യാപ്ഷൻ. ഈ ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടതോടുകൂടി ഇവരെ അനുകൂലിച്ചും വിമർശിച്ചും പരിഹസിച്ചുമെല്ലാം ചില കമന്റുകളും പ്രത്യക്ഷപ്പെട്ടിരുന്നു. PP ദിവ്യ അടക്കമുള്ളവർ ഇവരെ പിന്തുണച്ചുകൊണ്ടാണ് കമന്റ് ഇട്ടത്. എന്നാൽ പക്ഷേ കെട്ടിയോൻ പെട്ടുവല്ലേ, കാര്യങ്ങൾ അറിയാനിട്ട പോസ്റ്റാണോ എന്നാണ് ഒരാൾ സ്നേഹയോട് ചോദിച്ചത്. US-ലാണെന്ന് കാണിക്കാൻ ഇട്ടതാണോ എന്നും അവിടെ പോകുന്നതിന് മുമ്പായിരിക്കും ഇവൻ ഇങ്ങനെ ചെയ്തതല്ലേ എന്നിങ്ങനെ സർക്കാസം കലർത്തിയുള്ള ചില കമന്റുകളും ഈ ഒരു ഫോട്ടോയ്ക്ക് കീഴിൽ വരുന്നുണ്ട്. എന്നാൽ പക്ഷെ ഒന്നും ഏശില്ല എന്ന് ഉറപ്പായി സൈക്കോളജിക്കൽ മൂവ്മെന്റ് എന്നിങ്ങനെയുള്ള കമന്റുകളും സ്നേഹയുടെ ഈ ഒരു പോസ്റ്റിന് കീഴിൽ വരികയാണ്. അതേസമയം ഇന്നത്തെ കാലത്ത് ഒരു മനുഷ്യന്റെ മനോവീര്യത്തെ തകർക്കുവാൻ ഒപ്പമുള്ളവർ പീഡന പരാതി നൽകിയാൽ മതി, ഇതാകണം ഭാര്യ
പ്രൗഡ് ഓഫ് യു എന്നിങ്ങനെയാണ് സ്നേഹയെ അനുകൂലിച്ചു വന്ന കമന്റുകൾ. എന്നാൽ പക്ഷേ പരാതി നൽകിയ നടി ആരാണെന്നാണ് ഇപ്പോഴും പലർക്കും അറിയേണ്ടത്. അതുപോലെ തന്നെ സ്നേഹയും ശ്രീകുമാറിനെ പോലെ തന്നെ അഭിനയത്തിൽ സജീവമാണ്. യൂട്യൂബ് ചാനലുമായും നടി സജീവം. അടുത്തിടെയായിരുന്നു ഇരുവരുടെ 5ാം വിവാഹ വാർഷികം നടന്നത്. 2019 ഇരുവരും വിവാഹിതരാകുന്നത്. തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ഇവരുടെ വിവാഹം. മറിമായത്തിലുള്ളവരെല്ലാം ഒക്കെ ഇവരുടെ വിവാഹത്തിനെത്തിയിരുന്നു. ഇപ്പോൾ താരദമ്പതികൾക്ക് ഒരാൺകുഞ്ഞു കൂടിയുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായ സ്നേഹ മകൻ കേദാറിനെ കുറിച്ചുള്ള വിശേഷങ്ങളും പ്രേക്ഷകർക്കായി മുടങ്ങാതെ പങ്കുവെക്കാറുണ്ട്. നടൻ എന്ന രീതിയിൽ ശ്രീകുമാർ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങുന്നത് മെമ്മറീസ് എന്ന ചിത്രത്തിൽ അഭിനയിച്ചതിനു ശേഷമാണ്. ഓട്ടൻതുള്ളലും കഥകളെയും അഭ്യസിച്ചിട്ടുള്ള സ്നേഹ അമച്ചർ നാടകങ്ങളിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് കടന്നു വരുന്നത്. കണ്ണൂർ സ്ക്വാഡ്, 2018 എന്നിവയാണ് ശ്രീകുമാർ അഭിനയിച്ച് അവസാനം റിലീസ് ചെയ്തിരിക്കുന്ന മലയാളം സിനിമകൾ. ചില അന്യഭാഷാ സിനിമകളിലും SP ശ്രീകുമാർ അഭിനയിച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.